നവീൻ ബാബുവിനെ കൊന്നു കെട്ടിത്തൂക്കിയതാണ് എന്ന് ഉറപ്പുവരുത്താൻ ഇതിൽ കൂടുതൽ പച്ചയ്ക്ക് തെളിവ് എന്താണ് വേണ്ടത്? അദ്ദേഹത്തിന്റെ അടിവസ്ത്രത്തിൽ പുരണ്ടിരിക്കുന്ന ചോരക്കറയും ചുണ്ടിലും കൈവിരലുകളിലും ഉണ്ടായിരുന്ന നീല നിറവും വ്യക്തമാക്കുന്നത് കൊലപാതകം തന്നെയെന്നാണ്. എന്നിട്ടും കൃത്യമായി അന്വേഷണ ഉദ്യോഗസ്ഥർ, പോലീസ് വലിയ തോതിൽ നിഷ്ക്രിയത്വം കാണിച്ചു. അവർ അനാസ്ഥ കാണിച്ചത് ആർക്ക് വേണ്ടിയെന്ന് പകൽ പോലെ വ്യക്തമാണ്. പോലീസ് സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ കൊടുത്തതിൽ അടിവസ്ത്രത്തിലെ രക്തക്കറ ഒന്നുമേ വെളിപ്പെടുത്തിയിട്ടില്ലായിരുന്നു. അത് മറച്ചു വെച്ചു. എന്നിട്ട് ഇപ്പോൾ പോലീസ് പറയുന്നു അതിൽ രക്തക്കറ ഉണ്ടായിരുന്നു എന്നുള്ളത്. അടിവസ്ത്രത്തിൽ ജോക്കി എന്നെഴുതിയ ചാര നിറത്തിലുള്ള അടിവസ്ത്രമായിരുന്നു. അതിനകത്ത് രക്തക്കറയുണ്ടായിരുന്നു എന്നത് വ്യക്തമാണ്. തുട, കണങ്കാൽ, പാദം എന്നിവ കൃത്യമായ പരിശോധന നടത്തിയില്ല എന്നും വ്യക്തം. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളെല്ലാം ഊരിമാറ്റി ദേഹം മുഴുവൻ കഴുകി വൃത്തിയാക്കിയ തരത്തിലായിരുന്നു ആ ബോഡി കണ്ടെത്തിയത്. ഒക്ടോബർ 15 കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് നടത്തിയ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട കാര്യം രാവിലെ 10:15 ആരംഭിച്ച് 11:45 അതിൻ്റെ എല്ലാ രീതിയിലുള്ള ഇൻക്വസ്റ്റ് നടപടികളും പൂർത്തീകരിച്ചു. നവീൻ ബാബുവിൻ്റെ ബന്ധുക്കൾ കൃത്യമായി സ്ഥലത്തെത്തിയപ്പോൾ എല്ലാം കഴിഞ്ഞിരുന്നു. അതായത് എല്ലാം പ്രതികൾക്ക് വേണ്ടി ഫാബ്രിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു എന്ന് വ്യക്തം. 11:50 നവീൻ ബാബുവിൻ്റെ സഹോദരനായ പ്രവീൺ ബാബുവും അദ്ദേഹത്തിൻ്റെ ബന്ധുവായ അനിൽ പി നായരും അദ്ദേഹത്തിൻ്റെ നാട്ടുകാരായ ഉത്തമനും രാജേഷും ഒക്കെ സ്ഥലത്തെത്തിയത്. അതിൽ ബന്ധുവായിട്ടുള്ള അഡ്വക്കേറ്റ് അനിൽ പി നായർ വ്യക്തമായി പറയുന്നു, അദ്ദേഹത്തിൻ്റെ ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതം സംഭവിക്കുകയും രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളത് അടിവസ്ത്രത്തിലെ ചോര വ്യക്തമാക്കുകയാണ്. അദ്ദേഹത്തിനെ കൊന്നു കെട്ടിത്തൂക്കിയവർ ചില്ലറക്കാരല്ല. അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയുള്ള വൻ അട്ടിമറിയാണ് നടക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഗുരുതരമായ ക്രമക്കേട് ഇതിനകത്ത് സ്ഥിരീകരിക്കപ്പെടുന്ന നിരവധിയായ സാഹചര്യങ്ങളുണ്ട്. ആന്തരിക അവയവങ്ങൾ ഒന്നും തന്നെ രാസപരിശോധനയ്ക്ക് അയച്ചില്ല. അടിവസ്ത്രത്തിലെ രക്തക്കറ പോലീസ് ബോധപൂർവം മറച്ചുവെച്ചു. PP ദിവ്യയുടെ ഭർത്താവും അതുപോലെ തന്നെ നവീൻ ബാബുവിനെ കുടുക്കാൻ ശ്രമിച്ച പ്രശാന്തനും ഒക്കെ ജോലി ചെയ്യുന്നത് പരിയാരം മെഡിക്കൽ കോളേജിൽ. അവർ കൃത്യമായി കൈക്കൂലി കൊടുത്തിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഈ സംഭവം അട്ടിമറിച്ചത് എന്ന ആരോപണം തന്നെയാണ് കൃത്യമായും നവീൻ ബാബുവിൻ്റെ ബന്ധുക്കൾ നടത്തിയിരിക്കുന്നത്. അവർ എല്ലാ തരത്തിലും ഹൈക്കോടതിയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെടുത്തു. വയറും മൂത്രാശയവും ഒക്കെ ശൂന്യമായിരുന്നു എന്നും കൃത്യമായും ഒരു സിവിൽ ഡെത്തായിരുന്നു PP ദിവ്യ കൃത്യമായി ഇദ്ദേഹത്തിൻ്റെ യാത്രയയപ്പ് ചടങ്ങിൽ പരസ്യമായി വിധിച്ചിരുന്നത്. അദ്ദേഹത്തിനെ ആദ്യം അഴിമതിക്കാരനാക്കി കൈക്കൂലിക്കാരനാക്കി ചിത്രീകരിക്കുക, അദ്ദേഹത്തിനെ ഫ്രെയിം ചെയ്യുക, എന്നിട്ട് അദ്ദേഹത്തിനെ അവസാനിപ്പിക്കുക. ഇത് തന്നെയായിരുന്നു കണ്ണൂർ ലോബിയുടെ പ്രധാന ദൗത്യം. അതിനുവേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ കുറച്ച് നാളായി നടന്നുകൊണ്ടേയിരുന്നു എന്ന് വ്യക്തമാകുന്ന ഗുരുതരമായ റിപ്പോർട്ട്. അതുകൊണ്ടാണ് സർക്കാർ ഈ കേസന്വേഷണത്തിൽ പതറുന്നത്. പല കൊലയാളികളും കാണാമറയത്ത് ഒളിച്ചിരിക്കുന്നു. ഇതിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ജില്ലാ കളക്ടറായ അരുൺ കെ വിജയനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കാൻ സർക്കാർ തയ്യാറാകുന്നതേയില്ല. അരുൺ കെ വിജയനെതിരെ ഗുരുതര ആരോപണം ഉണ്ടായിട്ടും അദ്ദേഹത്തിനെതിരെ ഒരു വിരൽ അനക്കാൻ പോലും സർക്കാർ തയ്യാറാകുന്നില്ല. സംഘടനാ തലത്തിലും കണ്ണൂർ ജില്ലാ കളക്ടറേറ്റിലെ ഉദ്യോഗസ്ഥരുമൊക്കെ അദ്ദേഹത്തിനെ ബഹിഷ്കരിക്കും എന്ന് പച്ചയ്ക്ക് പറഞ്ഞിട്ടും അദ്ദേഹം ഒരു കൂസലുമില്ലാതെ ഒരു ചെറുപുഞ്ചിരിയോടുകൂടി എല്ലാം ചിരിച്ചും രസിച്ചും ഇരിക്കുന്നു. നവീൻ ബാബു വലിയ തോതിൽ മാനസിക സമ്മർദ്ദം അനുഭവിച്ച ആ സമയമുണ്ടായിരുന്നല്ലോ. ദിവ്യ അട്ടഹസിച്ച് മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിനെ പരസ്യമായി വിചാരണ ചെയ്ത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഈ ഒരു നടുങ്ങി വിറച്ചിരിക്കുന്ന അവസ്ഥയെ
പത്തനംതിട്ടയിലെ എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പിലേക്കും പടർത്തി അദ്ദേഹത്തിനെ അഴിമതിക്കാരനാക്കി കൈക്കൂലിക്കാരനാക്കി ഫ്രെയിം ചെയ്യാൻ ശ്രമിച്ച ദിവ്യയുടെ ആ വലിയ രീതിയിലുള്ള വിചാരണ തന്ത്രമുണ്ടല്ലോ, എന്തിനേയും ഉള്ളം കയ്യിലിട്ട് എല്ലാം തൻ്റെ കൈപ്പിടിയിലാണെന്ന് അഹങ്കരിച്ചിരുന്ന ദിവ്യയുടെ ആ കരളുറപ്പ്, അതാണ് ഇപ്പോൾ പൊളിച്ചടുക്കിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് അനിൽ പി നായർ ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു. അടിവസ്ത്രത്തിലെ ഈ രക്തക്കറയുമായി ബന്ധപ്പെട്ട കാര്യം SIP എന്തുകൊണ്ട് വ്യക്തമായി പറഞ്ഞിട്ടില്ല? കൃത്യമായി പറയട്ടെ, അരുൺ കെ വിജയൻ പ്രവീൺ ബാബുവിനോട് ഫോണിൽ പറഞ്ഞ കാര്യമാണ്. അതായത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് വരണം, പരിയാരത്തേക്ക് മാറ്റുകയാണ്. അന്നേരം പ്രവീൺ ബാബുവിൻ്റെ ബന്ധുക്കൾ പറഞ്ഞത് ഒരു കാരണവശാലും പരിയാരത്ത് നടത്തരുത് എന്നാണ്. കാരണം അവർക്കറിയാം അവരുടെ ഭരണസമിതിയാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകണം എന്ന ആവശ്യമാണ് ഉന്നയിക്കപ്പെട്ടത്. അത് സമ്മതിക്കാത്തപ്പോൾ തന്നെ അട്ടിമറി വ്യക്തമായിരുന്നു.